അമേരിക്കയിലെ 60% ആൾക്കാരും ട്രംപിന്റെ ഇറാൻ അമേരിക്ക വാറിനെതിരാണെന്നുള്ളതാണ്. അതായത് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് പ്രകാരമാണ് ഇങ്ങനൊരു കാര്യം നടന്നേക്കുന്നത്. അമേരിക്കയിലെ പല തരത്തിലുള്ള വിവിധ മീഡിയ ഏജൻസികൾ നടത്തിയിട്ടുള്ള പോളിലാണ് അമേരിക്കൻ ജനതയിലെ 60% പേരും ട്രംപിനെ എതിർക്കുന്നതായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ മിഡ് ടേം ഇലക്ഷന് പോകുന്ന ട്രംപിന്റെ ജനപ്രീതി ഇടിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളും അമേരിക്കയിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അതായത് വളരെ മാഡ് ആയിട്ടുള്ള പ്രസിഡന്റ്, അതേപോലെ തന്നെ ഇമ്പൾസീവ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാള്, അതേപോലെ തന്നെ അമേരിക്കക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഡിഗ്നിറ്റിയും ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കക്ക് ഉണ്ടായിരുന്ന ബഹുമാനവും കുറഞ്ഞു എന്ന് പറയുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ, അതേപോലെ തന്നെ അമേരിക്കയുടെ 35% സ്റ്റോക്ക് പൈല് തീർന്നു പോയി ഈ ഒരു യുദ്ധത്തില് എന്നുള്ള റിപ്പോർട്ടുകള്, അങ്ങനെ പല തരത്തിലുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കയിൽ നിന്നും തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ യുദ്ധത്തിന്റെ കെടുതികളെല്ലാം അനുഭവിക്കുന്നത് പലതരത്തിലുള്ള മൂന്നാം ലോക രാജ്യങ്ങളും, അതേപോലെ തന്നെ ഇറാന്, അതേപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളുമാണ് ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്നാ ഇറാൻ ഈ ഒരു വാറിനെ അസിമെട്രിക് വാർഫെയറിലേക്ക് കൊണ്ടുപോയതോടുകൂടെ, എക്കണോമിക് വാർഫെയറിലോട്ട് കൊണ്ടുപോയതോടുകൂടെ അതിന്റെ കൂട്ടത്തിൽ ശരിക്കും പെട്ടുപോയത് അമേരിക്ക തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഇൻഫ്ലേഷനും വിലക്കയറ്റവും സാധനങ്ങളുടെ ലഭ്യതക്കുറവും ഇങ്ങനെ അടക്കമുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ യഥാർത്ഥത്തില് അമേരിക്കൻ ജനത അമേരിക്കൻ മാർക്കറ്റിൽ തന്നെ, ആ ഒരു എക്കണോമി തന്നെ അമേരിക്കൻ ജനത അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം. അപ്പോ അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഒരു വാറിനോട് അമേരിക്കക്കാരുടെ വിപ്രതിപത്തി കൂടി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എണ്ണവില ഉയരുമ്പോ അമേരിക്കൻ മാർക്കറ്റിൽ ആ എണ്ണവിലയെ പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നും തന്നെയില്ല. ഇന്റർനാഷണൽ മാർക്കറ്റിലെ എണ്ണവില എങ്ങനെ കൂടുന്നോ അതിന്റെ എക്സാക്ട് റിഫ്ലക്ഷൻ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മാർക്കറ്റിൽ കൂടെ റിഫ്ലക്റ്റ് ആവും എന്നുള്ളതാണ്. എന്നാൽ അവിടെ ഒരു വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എണ്ണവില ഉയരുന്നതോട് കൂടെ അമേരിക്കയിലെ ഓയിൽ മാനുഫാക്ചേഴ്സിന്റെ ലാഭവിഹിതം കൂടുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ അമേരിക്കയിലെ കോമൺ ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വയറ്റത്താണ് യഥാർത്ഥത്തില് ട്രംപിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള നെതന്യാഹുവും കൂടെ നടത്തുന്ന ഈ ഒരു യുദ്ധം അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അമേരിക്കയിലുള്ള എല്ലാ മനുഷ്യരും റിച്ചോ, എല്ലാ മനുഷ്യരും അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരോ ഒന്നുമല്ല. അവിടെയും വളരെ ലോവർ ക്ലാസ് ആയിട്ടുള്ള, വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത് മാത്രമല്ല, ന്യൂയോർക്ക് അടക്കമുള്ള പല സിറ്റിയിലും ജീവിക്കാൻ തന്നെ പാടാണ് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന സാധനങ്ങളുടെ വിലക്കയറ്റും സാധനങ്ങളുടെ ലഭ്യതക്കുറവല്ല, യഥാർത്ഥത്തില് സാധനങ്ങളുടെ വിലക്കയറ്റം തന്നെയാണെന്നുള്ളത്. അപ്പൊ അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു കയോട്ടിക് ആയിട്ടുള്ള വലിയൊരു എന്താ പറയാ ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനിലോട്ട് അത് പോകുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അമേരിക്കയുടെ മാർക്കറ്റും മാറുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇൻഫ്ലേഷനും അതേപോലെ തന്നെ വിലക്കയറ്റവുമാണ് പ്രധാനമായിട്ടും ആൾക്കാർക്ക് ഒരു വിപ്രതിപത്തി ട്രംപിന്റെ ഈ ഒരു യുദ്ധത്തിനോടും ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ട്രംപ് ഇതിനു മുന്നേ നടത്തിയിട്ടുള്ള തീരുവ യുദ്ധങ്ങളും, അതേപോലെ തന്നെ ഇന്ത്യക്ക് നേരെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള 50% തീരുവ അടക്കമുള്ള കാര്യങ്ങളും അമേരിക്കയുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വില കുറഞ്ഞ വസ്തുക്കൾ ലഭിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ മാർക്കറ്റിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വില കൂടിയ ഉൽപ്പന്നങ്ങളാണ് യഥാർത്ഥത്തിൽ എത്തുന്നത്, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രശ്നങ്ങൾ കൂടെ അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ മണ്ടൻ തീരുമാനങ്ങൾ, പല രാജ്യങ്ങളെയും തന്റെ വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രംപ് എടുക്കുന്ന പല മണ്ടൻ തീരുമാനങ്ങളും യഥാർത്ഥത്തില് അമേരിക്കക്കാർക്ക് തന്നെ തിരിച്ചടിയായി. ഇങ്ങനൊരു മണ്ടന് പ്രസിഡന്റ് ആക്കിയത് യഥാർത്ഥത്തില് അമേരിക്കക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ കാണേണ്ട ഒരു വസ്തുത.